കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന ധ്രുവീകരണം തകർത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ ലഭിച്ചിരിക്കുകയാണിപ്പോൾ. പാർട്ടി ആഭ്യന്തര ഘടനയിൽ നടത്തിയ പുനഃസംഘടനാ തലത്തിലേക്കുള്ള ഇടപെടലുകൾ, പുതിയ തലമുറയെ സജീവമായി ഉൾപ്പെടുത്തൽ തുടങ്ങിയവയെല്ലാം ബി.ജെ.പിയെ കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇന്നുവരെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ കൂട്ടുകെട്ടുകളായ LDFും UDFും തമ്മിലുള്ള മത്സരാധിപത്യം പുലർത്തുന്നു. എന്നാൽ ബി.ജെ.പിയുടെ വളർച്ച, അതിന്റെ സംഘടനാ ശക്തി, കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ എന്നിവ മൂലം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മൂന്നാം ശക്തി എന്ന നിലയിലേക്ക് ബി.ജെ.പിയെ ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം 2016 നേമത്ത് O രാജഗോപാൽ നേടിയ വിജയം തന്നെയായിരുന്നു. അത് സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വിജയത്തിന്റെ തന്നെ വഴിത്തിരിവായി മാറി. 2021 LDFിന്റെ V ശിവൻകുട്ടി ആ സീറ്റ് തിരിച്ചു പിടിച്ചുവെങ്കിലും നേമം ഇന്നും ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായി തുടരുകയാണ്. പാർട്ടി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേമത്ത് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇതിലൂടെ പാർട്ടിയുടെ പരമാവധി ശക്തിയും പ്രചരണ കേന്ദ്രവും നേമത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. നേമത്തെ വീണ്ടും പിടിച്ചെടുക്കുക മാത്രമല്ല, അതിനെ കേരളത്തിലെ ബി.ജെ.പിയുടെ വിജയകിരീടമാക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. നേമം മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളായ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നിവിടങ്ങളിലും ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന്റെ K മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ ബി.ജെ.പി ശക്തമായ സ്ഥാനാർത്ഥിയെ ഇറക്കി മത്സരത്തെ ആവേശകരമാക്കും. S സുരേഷ് പോലുള്ള നേതാക്കൾക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പാർട്ടി പുതുമുഖങ്ങളെയും പരിഗണിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന യുവജനങ്ങളും മധ്യവർഗവും ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഇവിടങ്ങളിൽ പാർട്ടിക്ക് ശക്തി നൽകുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി കേരളത്തിൽ പുതുതലമുറ നേതാക്കളെ വളർത്തുകയാണ്. ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, PK കൃഷ്ണദാസ്, VV രാജേഷ്, CK പത്മനാഭൻ തുടങ്ങിയ നേതാക്കളെയും വിവിധ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനാണ് സാധ്യത. ഇവരിൽ പലരും പാർട്ടിയുടെ കരുത്തുറ്റ സംഘടനാ പ്രവർത്തകരാണ്. കൂടാതെ PS ശ്രീധരൻ പിള്ള പോലുള്ള പ്രമുഖർ വീണ്ടും മത്സര രംഗത്തെത്തുന്നത് പാർട്ടിയുടെ പ്രവർത്തകരിൽ ഉണർവുണ്ടാക്കും. ബി.ജെ.പി നേതാക്കളിൽ ആരും സ്ഥാനാർത്ഥിത്വത്തെ വ്യക്തിപരമായ അവസരമായി കാണുന്നില്ല. മറിച്ച് അത് കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയ്ക്കായുള്ള സമർപ്പിത സേവനമായി അവർ കാണുന്നുണ്ട്. ബി.ജെ.പിയുടെ കേരളത്തിലെ ശക്തി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം NDA കൂട്ടുകെട്ട് തന്നെയാണ്. PC ജോർജ് പോലുള്ള നേതാക്കളെ പാർട്ടി ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൂഞ്ഞാറിലെ സ്വാധീനം ബി.ജെ.പിക്ക് ഗുണകരമായേക്കും. അതുപോലെ തന്നെ മകൻ ഷോൺ ജോർജിനെ പാലായിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം പാർട്ടിയിൽ കണക്കുറപ്പിക്കുന്നു. അതോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളി പോലുള്ള നേതാക്കൾ കായംകുളത്തേക്ക് എത്തുന്നത് ബി.ജെ.പിയുടെ വ്യാപ്തി കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് സഹായകരമായേക്കും. NDA കൂട്ടുകെട്ടിന്റെ ലക്ഷ്യം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുമാറ്റം കൊണ്ടുവരികയും ബി.ജെ.പിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ബി.ജെ.പിയുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രധാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന്റെ ഉറച്ച പിന്തുണ തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനകൾ പ്രകാരം 2026 NDA കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കേരളത്തിനായി നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വമ്പിച്ച അടിസ്ഥാന സൗകര്യം, വികസനം, സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, തൊഴിലവസരങ്ങൾ എന്നിവയിലൂടെ ബി.ജെ.പി കേരളത്തിലെ യുവജനങ്ങൾക്ക് നേരിട്ട് പിന്തുണ നൽകുന്നുണ്ട്. ഇതാണ് ബി.ജെ.പിക്ക് വോട്ടർമാരുടെ മനസ്സിൽ വിശ്വാസ്യത വളർത്തുന്നത്. കേരളത്തിലെ ഹിന്ദു, ക്രൈസ്തവ, മുസ്ലിം സമൂഹങ്ങൾക്കിടയിലേക്ക് ബി.ജെ.പി ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മതം, ജാതി, പ്രദേശം എന്നിവയെ അതിജീവിച്ച് വികസനം, തൊഴിൽ, സുരക്ഷ, വിദ്യാഭ്യാസം എന്നിവയെ മുൻനിർത്തിയാണ് ബി.ജെ.പി മുന്നേറുന്നത്. യുവജനങ്ങളും സ്ത്രീകളും പാർട്ടിയിലേക്ക് എത്തുന്നതോടെ ബി.ജെ.പിയുടെ സാമൂഹിക അടിത്തറ കൂടുതൽ ശക്തമാവുകയാണ്. ശോഭാ സുരേന്ദ്രൻ പോലുള്ള വനിതാ നേതാക്കൾ മുഖേന സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സ്വയം സേവക സംഘടനകളും അടിസ്ഥാന പ്രവർത്തകരും ബി.ജെ.പിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. കേരളത്തിൽ അധികാരത്തിലേക്ക് എത്താനുള്ള ബി.ജെ.പിക്ക് വഴിയൊരുക്കുന്ന പ്രധാന മണ്ഡലങ്ങൾ നേമം, വട്ടിയൂർക്കാവ്, തൃശൂർ, പാല, പൂഞ്ഞാർ, കായംകുളം തുടങ്ങി നിരവധി പ്രദേശങ്ങൾ പാർട്ടിക്ക് മികച്ച സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു. ഒരിക്കൽ പോലും MLA ഇല്ലാതിരുന്ന പാർട്ടി 2026 സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. ബി.ജെ.പിയുടെ വളർച്ച കേരളത്തിലെ രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ മാറ്റമായിരിക്കും. വികസനം, ദേശീയ സുരക്ഷ, ജനകീയ പങ്കാളിത്തം, യുവജനശക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ബി.ജെ.പി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ വിപ്ലവം സംഭവിക്കാൻ പോകുന്നുവെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.